ടെലിബിറ്റിൻ്റെ വിഡ്രോവൽ എങ്ങനെയാണ് എടുക്കുക നോക്കാം. നമ്മൾ ആദ്യം ടെലഗ്രാം ഓപ്പൺ ആക്കുക. ടെലഗ്രാം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അവിടെ ടെലിബിറ്റിൻ്റെ സൈറ്റിൽ കയറുക. ലോഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിബിറ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇപ്പോൾ ടെലിബിറ്റ് ഓപ്പൺ ആയല്ലോ. ഇനി നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ, ഏറ്റവും താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേലേക്ക് നീക്കുക. മേലേക്ക് നീക്കുമ്പോൾ അവിടെ ഇൻകം ഡീറ്റെയിൽസ് ഉണ്ടാവും. ടെലി ഗോൾഡ് പ്ലാൻ, ഏത് പ്ലാനാണോ നമ്മൾ സെലക്ട് ചെയ്ത് ആ പ്ലാനിൻ്റെ പേരുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡാറ്റ സ്പോൺസർ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അവൈലബിൾ ടു ക്ലെയിം ഉണ്ടാവും. ഗ്ലോബൽ കമ്മ്യൂണിറ്റി അവൈലബിൾ ടു ക്ലെയിം അങ്ങനെ പറയുന്നത്. അവിടെ അവൈലബിൾ ടു ക്ലെയിം എന്നുള്ളടത്ത് ഡോളർ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലെയിം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഏതിലാണോ ബ്രൗൺസ് മാച്ചിങ് ആണോ, അപ്പോൾ ബ്രൗൺസ് മാച്ചിങ് കൂടെ 14 ഉണ്ട്, അവർ ക്ലെയിം ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ലീഡർഷിപ്പ് 2 ഉണ്ട്, അതുവേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ലെവലിംഗ് 76 ഉണ്ടാവുകയാണെങ്കിൽ ക്ലെയിം ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡോളറിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഈ എമൗണ്ട് വിഡ്രോവൽ എമൗണ്ട് വന്നിട്ടുണ്ടാവും. നേരെ വിഡ്രോ കൊടുക്കുക. വിഡ്രോ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മളൊരു അഡ്രസ്സ് ഉണ്ടാവും നമുക്ക് ആൾറെഡി. അത് ഇല്ലെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് ഇവിടെ എമൗണ്ട് എത്ര വെച്ചാൽ ആ എമൗണ്ട് അടിക്കുക. ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മളെ വാലറ്റിലേക്ക് എത്തും. ഇനി ഇതെങ്ങനെയാണ് ഈ വാലറ്റ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഏറ്റവും താഴെ വലത് ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, വാലറ്റ് അഡ്രസ്സ്. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ ചോദിക്കും. അത് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ BEP20 USDT റിസീവ് അഡ്രസ്സാണ്. അതവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ വാലറ്റ് അവിടെ ID അവിടെ സേവ് ആവും. ഓക്കെ.